തലയോട്ടിയും അതുപോലെ ഒരു അസ്ഥികൂടവും. ശ്രീ വിനോദ് മേക്കോത്ത്, ഇതിപ്പോൾ SITയുടെ അന്വേഷണം അതീവ രഹസ്യമായിരിക്കും, അതിൽ സംശയമില്ല. പക്ഷെ ഒരു അഭിഭാഷക സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. അവർ ഇന്ന് മഞ്ജുനാഥ് എന്നുള്ള അഭിഭാഷകൻ തന്നെ സത്യമേവ ജയതേ എന്ന രീതിയിൽ ഒരു റിലീസ് പോലും ഇറക്കിയിരുന്നു. അപ്പോൾ വെളിയിലെ കുറച്ച് കാര്യങ്ങളെങ്കിലും വരും ഇതുവഴി. ഇപ്പോൾ ക്യാമറ കണ്ണുകൾക്ക് എല്ലാം ഒപ്പിയെടുക്കുവാൻ കഴിയുകയില്ല. കാട്ടിനുള്ളിലേക്കാണ് ഈ പരിശോധന നടക്കുന്നത്. പക്ഷേ ഈ നമ്മൾ വെളിയിലേക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ SITക്ക് കിട്ടുന്നുണ്ട് എന്ന രീതിയിലുള്ള അനൗദ്യോഗിക കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ SITയും ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാകുമല്ലോ. ഇതുവരെ ഈ അഭിഭാഷകർ നടത്തിയ ഒരു പോരാട്ടത്തിനും ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ നടത്തിയ ഈ അന്വേഷണത്തിനും ഒക്കെ തടസ്സമാകുവാനായിട്ട് ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘടകങ്ങൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? തീർച്ചയായും ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിനെയാണ്. രണ്ടാമത് അത്തരത്തിലൊരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ അഭിനന്ദിക്കുന്നത് ഈ സേവ് സൗജന്യ അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റി, നമ്മുടെ ജയന്തേട്ടനൊക്കെ ഉൾപ്പെടെയുള്ള മഹേഷ് അണ്ണനൊക്കെ ഉൾപ്പെടെയുള്ള കമ്മിറ്റി, അവരുടെ ദീർഘകാലത്തെ പോരാട്ടം, അവർക്ക് വേണ്ടി രംഗത്ത് വന്ന ഈ അഭിഭാഷകൻ മഞ്ജുനാഥ് ഉൾപ്പെടെയുള്ള അഭിഭാഷകൻ, അത് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ നമ്മൾ 2-3 ദിവസമായി വല്ലാതെ സംഘർഷത്തിലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടു പോയിരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ. അതോടൊപ്പം തന്നെ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കേറെ അഭിമാനം തോന്നുന്ന ഒരു ചാനലിന്റെ വൈകുന്നേരത്തെ ഈവനിങ് ചർച്ചയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തെ സംബന്ധിച്ച് തുടർച്ചയായി ഇതിന്റെ പുറകെ ഇത്തരത്തിൽ ഇന്ത്യ ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിന്റെ പിറകെ കമ്പോട് കമ്പ് അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിന്റെ അനിതര സാധാരണമായ പ്രകടനമായി നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ ന്യൂസ് 8 വേണ്ടി നടത്തിയ സേവനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിദർശനമാണ് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ ചില ചാനലുകൾ, കേരളത്തിലെ മലയാള ചാനലുകൾ, മറ്റു ചാനലുകളുണ്ട്, ഞാൻ ആ പേര് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ ചില ചാനലുകൾ, പ്രധാനപ്പെട്ട ചാനലുകൾ ഈ വാർത്തയെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു കെട്ടുകഥയാണ്, അതല്ലെങ്കിൽ ഇതൊരു അപസർപ്പക കഥ പോലെയുണ്ട്, ഇതിൽ വിശ്വസനീയമായി എന്താണുള്ളത്, നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യം എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്ന തരത്തിൽ പോലും പോയിരുന്നു. നിങ്ങൾക്ക് കർണാടകയിൽ നടക്കുന്ന കാര്യത്തിന് കേരളത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾക്കെതിരായി ഗാഗ് ഉത്തരവ് 12,000-ലധികം കണ്ടന്റുകൾ URL അടക്കം, അതുപോലെ തന്നെ ടെക്സ്റ്റ് കണ്ടന്റുകൾ അടക്കമുള്ള 12,000-ലധികം ഈ വിഷയവുമായി ധർമ്മസ്ഥല എന്ന പേര് വരുന്ന, അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് വരുന്ന വാർത്താ ശകലങ്ങൾ എടുത്തു കളയുന്ന തരത്തിൽ ഒരു കോടതിയെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഉത്തരവ് സമ്പാദിക്കാൻ കഴിഞ്ഞിടത്താണ് ന്യൂസ് 8 പോലുള്ള ന്യൂസ് ടീം ഇതിന്റെ പിറകെ സഞ്ചരിക്കുന്നത്. കമ്പോട് കമ്പ് അതിന്റെ ഓരോ പുരോഗതിയും ജനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും, ഇതിന്റെ പിറകെ സഞ്ചരിച്ച എല്ലാവർക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. കാരണം SIT അതിന്റെ കൃത്യമായ പണിയെടുത്തിരിക്കുന്നു. കർണാടക ഗവൺമെന്റ് 1000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരെ അവിടെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ഈ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം അവിടെ നടത്തുകയും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഘാംഗങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, അത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഫോറൻസിക് സ്ക്വാഡ് ഉൾപ്പെടെ, JCB ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ആ പ്രദേശത്തെ കാര്യം അടുപ്പിക്കാത്ത തരത്തിൽ ആ ഭാഗം മുഴുവൻ നാടുകെട്ടി തിരിച്ച് സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഇതിന് പുറകെ സഞ്ചരിക്കുന്ന അഭിഭാഷകരെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് 17 മണിക്കൂർ നേരം മൊഴി ശേഖരിച്ചുകൊണ്ട് സാക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ വിശ്വാസത്തിലെടുത്ത് മുന്നേറുന്ന SIT നടത്തുന്ന ഓരോ ചുവടും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ നീതിന്യായ രംഗത്ത് തങ്കലിപികളിൽ എഴുതപ്പെടുന്ന തരത്തിലുള്ള ഒരു അധ്യായമായി. സാധാരണ ഇത്തരം കേസുകളിൽ സാക്ഷിക്ക് വളരെ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ടും ആ സാക്ഷിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഭയം ഉണ്ടാകാത്ത രീതിയിൽ, ഇപ്പോൾ ആ തെളിവെടുപ്പ് നടക്കുമ്പോൾ തന്നെ കാണാമല്ലോ, സാക്ഷിയെ പ്രത്യേക വസ്ത്രമൊക്കെ ഇടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിനും ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ തന്നെയല്ലേ ഈ തെളിവെടുപ്പ് മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് നിർണായകമല്ലേ, ഏറ്റവും നിർണായകമായ കാര്യമാണല്ലോ. സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരവും മനസ്സും
ആരോഗ്യത്തോടു കൂടി നിൽക്കുക എന്ന് പറയുന്നത്, കോൺഷ്യസ് ആയി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നേരത്തെ നമ്മുടെ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു ചുവട് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇനി അനേകം ചുവടുകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ക്രൈം സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമാകണമെങ്കിൽ നിരവധിയായിട്ടുള്ള തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അന്വേഷണത്തിന്റെ പല തലങ്ങളും കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സാക്ഷി അയാൾക്ക് മാനസാന്തരം വന്ന് ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന നിലയിലേക്ക് അയാൾ മടങ്ങി വരികയും 3-ാം തീയതി അത് വെളിപ്പെടുത്തൽ നടത്തുന്നു, 4-ാം തീയതി 11-ാം തീയതി 183 സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യും. സാങ്കേതികമായ പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് വരാം. ബൈജു, മറ്റു വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുക. ഇതിപ്പോൾ ഈ